ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാടൻ റെസിപ്പിയും കൊണ്ടാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു മീൻ വറ്റിച്ചതാണ് കേട്ടോ. ഈ മീൻ വറ്റിച്ചതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ പച്ചക്കായ ചേർത്തിട്ടാണ് മീൻ വറ്റിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ ഇത് നമ്മൾ വഴറ്റിയെടുക്കുകയോ താളിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ഈസിയാണ്, അതുപോലെ ടേസ്റ്റിയാണ്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ മീൻ വറ്റിച്ചത് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. ഒരു മീൻ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു ചട്ടിയിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പച്ചക്കായും കൂടെ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നേന്ത്രക്കായ വേണമെങ്കിലോ അല്ലെങ്കിൽ കൂട്ടാങ്കായ നിങ്ങളുടെ അടുത്തുള്ള ഏതാണെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 5-6 വെളുത്തുള്ളി, അതുപോലെ ഒരു 4-5 ചെറിയ ഉള്ളി, ഒരു അര ടീസ്പൂൺ വലിയ ജീരകം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തിട്ടുള്ളതാണ് ചേർക്കുന്നത്. ഇത് കല്ലിലിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചതച്ചെടുക്കാം, ഇല്ലെങ്കിൽ മിക്സിയിലൊന്ന് കറക്കിയെടുത്താൽ മതി. ഇനി ഒരു അര ടീസ്പൂൺ ഉലുവ കഴുകിയതും കൂടെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു അര ടീസ്പൂൺ മതി കേട്ടോ, കൂടുതലാവട്ടെ. ഇനി കുറച്ച് ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതിൽ റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല. ഇനി നമ്മൾ വാളൻ പുളിയാണ്, ഒരു ചെറിയ ഉരുള പുളി എടുത്തിട്ട് വെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി, അതുപോലെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകും കൂടെ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഞാൻ കൂടുതൽ പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എരിവ് നല്ല കഴിക്കുന്നവരാണെങ്കിൽ നന്നായിട്ട് പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കുക. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ ഞാനൊരു 2 ടേബിൾ സ്പൂണാണ് മുളക് പൊടി ചേർക്കുന്നത്. അപ്പോൾ കാശ്മീരി ചില്ലി ആണെങ്കിൽ നല്ല കളർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിവിടെ നാടൻ മുളകാണ് ചേർക്കുന്നത്. അപ്പോൾ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. വെള്ളം എത്രത്തോളം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആ ഒരു അരച്ച ആ ഒരു ഇതിൽ തന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടൊന്ന് ചുരട്ടി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മീനൊന്ന് മുങ്ങി കിടക്കേണ്ട അത്രയും വെള്ളം മതി. നമുക്ക് ഒരുപാട് ചാറ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരുപാട് ചാറിലല്ല ഇത് റെഡിയാക്കി എടുക്കുന്നത്, കുറച്ച് വറ്റിച്ച ആ ഒരു പാകത്തിലാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ വെള്ളം ഒഴിക്കണില്ല കേട്ടോ. ഇത്രയും മതി. നമ്മൾ അടുപ്പ് സ്റ്റൗ കത്തിച്ചിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിത് അടിച്ച് വെക്കാം. നമ്മൾ അടിച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഇത് വെക്കണം. അപ്പോൾ അത് തിളച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം ഒന്നും കൂടെ തുറന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചട്ടി വെച്ചിട്ടൊന്ന് കറക്കിയെടുക്കണം ഏറ്റവും നല്ലത് കേട്ടോ. സ്പൂൺ ഇട്ടിട്ട് ഇളക്കണമെന്നുണ്ടെങ്കിൽ മീൻ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോകും. അപ്പോൾ അത് ചട്ടി വെച്ചിട്ടൊന്ന് കറക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ ഉപ്പൊക്കെ ഒന്ന് കറക്റ്റാണോ നോക്കുക. അപ്പോൾ വെള്ളം വറ്റി വരുന്ന സമയത്ത് ഉപ്പൊക്കെ ഉണ്ടാവണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഉപ്പൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് പിന്നെ വീണ്ടും നമ്മളൊന്നുകൂടി അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെള്ളം വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. നമ്മൾ ഉള്ളി വഴറ്റി ഒന്നും ചെയ്യണില്ല ഇതിലേക്ക്. ഈ കറിവേപ്പിലേൻ്റെ ഒരു കുറവുണ്ട് കേട്ടോ. കറിവേപ്പില ഉണ്ടെങ്കിൽ നിങ്ങൾ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക, എന്നാൽ കൂടുതൽ ടേസ്റ്റും മണവും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ മീൻ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി കൂടുതൽ വറ്റേണ്ട ആവശ്യമില്ല. ഇനി കുറച്ച് സമയം നമ്മൾ ചട്ടിയിൽ ഇരുന്നിട്ടും കൂടെ അത് വറ്റി വരും കേട്ടോ. ചട്ടി നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷം വീണ്ടും ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ചട്ടിയിൽ കടന്നിട്ട് കുറച്ചും കൂടെ വെള്ളമൊക്കെ നന്നായിട്ട് വലിയും. അപ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ലൊരു സ്മെല്ലൊക്കെയാണ് ഇപ്പോൾ വരുന്നത് കേട്ടോ. നല്ലൊരു നാടൻ ടേസ്റ്റാണ്. ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒഴിക്കണ്ട. പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഈ വെളിച്ചെണ്ണ ഒഴിക്കുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇല്ലാത്ത കാരണമാണ് ഇട്ട് കൊടുക്കാത്തത്. എന്നിട്ടൊന്ന് അടച്ച് വെക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.